ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് ഡോക്ടർ ഗൗതമിനോട് ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, അവൻ പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ ആ ഡോക്ടർ തന്നെ വേണം. ഡോക്ടർ ആൻറ്റി എന്നവൻ ആവർത്തിച്ച് പറയുന്നത് വെറുതെ അവൻ്റെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു പോയി. അതുകൊണ്ട് ആ ഡോക്ടറിന്റെ ഒരു സ്പർശനം മതിയായിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് നടക്കാനായിട്ട് സാധിക്കാനും നിങ്ങളുടെ കുട്ടിയുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനും ഒക്കെ അത് മാത്രം മതി. അതുകൊണ്ട് ആ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവരുവാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു അതൊന്നും പറ്റില്ല, ആ ഡോക്ടറിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ സിറ്റുവേഷൻ മുഴുവൻ ഞാൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചതല്ലേ. അപ്പൊ പിന്നെ ആ ഡോക്ടറിനെ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? നിങ്ങളുടെ കുട്ടിയല്ലേ അത്? നിങ്ങളൊരു അച്ഛനും അമ്മയല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ. പിങ്കി പറഞ്ഞു, ഗൗതം എന്താ ഗൗതം, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവൻ കൊടുത്തു വേണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാം, പക്ഷെ അതിന് പോലും ഇവിടെ പറ്റില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നഷ്ടം സംഭവിക്കുക, നമ്മുടെ മോന് നഷ്ടം സംഭവിക്കുക. അവൻ നടക്കുന്നത് കാണാൻ ഗൗതമിന് ആഗ്രഹമില്ല. നമ്മൾ ഇത്രയും നാളും അതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്? ഗൗതം പ്ലീസ് ഗൗതം, എങ്ങനെയെങ്കിലും നന്ദേനെ കൊണ്ടുവന്നേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഗൗതം പറഞ്ഞു, പിങ്കി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞ് ഇതേ രീതിയിൽ തന്നെ നടന്നാൽ മതി, എൻ്റെ കുഞ്ഞിന് മാറ്റം വന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല, അവളുടെ കാല് പോയി പിടിക്കാനും എനിക്ക് പറ്റില്ല. അല്ല ഗൗതമിന് പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നന്ദയുടെ കാല് പിടിക്കാം. പ്ലീസ് ഗൗതം, എനിക്ക് എൻ്റെ കുട്ടീനെ വേണം. ദേ ഞാൻ അമ്മയായിട്ട് അവനെ ഇത്രയും നാളും കണ്ടിട്ടുള്ളത് അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാലോ. ഗൗതം എന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ഗൗതമും കണ്ടിട്ടില്ലേ എന്നെ നന്ദുവിൻ്റെ അമ്മയുടെ സ്ഥാനത്ത്? ആ അമ്മയുടെ ഒരു അപേക്ഷയായിട്ട് കണക്കാക്ക് ഗൗതം എന്ന് പറഞ്ഞപ്പോൾ ഗൗതം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. ഗൗതമിന് നന്ദ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദേഷ്യമാണ് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പിങ്കിക്ക് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാനില്ല. എങ്ങനെയെങ്കിലും നന്ദേനെ ഇവിടെ എത്തിക്കുക, കുട്ടിയെ നോക്കുക, കുട്ടിയുടെ കാര്യങ്ങൾ പറയുക, കുട്ടിയെ ചികിത്സിക്കുക നന്ദ, ഇത് മാത്രമാണ് ഇപ്പം നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വേറെ ആരോട് ചോദിച്ചാലും അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ പിങ്കിക്ക് നന്നായിട്ടറിയാം. കാരണം ആ വീട്ടിലുള്ള എല്ലാവരും നന്ദയെ അതുപോലെ വെറുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നന്ദയുടെ അടുത്തെത്തുക. നന്ദയുടെ അടുത്തെത്തി എങ്ങനെയെങ്കിലും നമ്മുടെ നന്ദേനെ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പിങ്കി പുറപ്പെടുകയാണ്. എങ്ങോട്ടേക്ക്? നന്ദയുടെ വീട്ടിലേക്ക്. ഇതേ സമയമായിട്ട് ഇന്ദീവരം തറവാട്ടിൽ എല്ലാവരും ആകെപ്പാടെ ഭയന്ന് പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. നമ്മുടെ നന്ദുവിൻ്റെ ജീവൻ ആപത്താണോ? നമ്മുടെ നന്ദുവിൻ്റെ ജീവൻ എന്താ പറയുക, ഇനി നടക്കാൻ പറ്റില്ലേ? കാരണം അത്രയ്ക്ക് മാത്രം ആ കുട്ടിക്ക് വേദന, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ അവസ്ഥ തുടർന്നേക്കാന്ന് പറയാം ഡോക്ടർ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനി ആ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ നമ്മുടെ മോഹിനി വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ മോഹിനി വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനിയുടെ ഭർത്താവ് പറഞ്ഞു, ഇനിയിപ്പം നന്ദ വരാതെ രക്ഷയില്ലെന്ന് തന്നെയാണ് പറയുന്നത്. നന്ദ ഇവിടെ എത്തുകയാണെങ്കിൽ മാത്രമേ കുഞ്ഞിനെ നടക്കാനായിട്ട് കഴിയുകയുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞി കിടപ്പിൽ തന്നെ കിടന്നു പോകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നന്ദനെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നന്ദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ? നന്ദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഇവിടെ കാലെടുത്ത് കുത്തിയാൽ അന്ന് തീരും നമ്മുടെ ഇന്ദീവരത്തിന്റെ സമാധാനം. വേണ്ട, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്കിപ്പം നന്ദുവിൻ്റെ ജീവിതവും ഒക്കെയാണ് വലുത്. ആ ഒരു സ്ഥിതിക്ക് ആ കുഞ്ഞെന്നല്ല സോറി, ആ നന്ദ വരുന്നതാണ് നല്ലതെങ്കിൽ നമ്മൾ എന്തിനതിനെ എതിർക്കുന്നു? വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞല്ലോ, നന്ദ വരുന്നത് കൂടുതൽ ആപത്ത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദ വരണ്ട എന്ന്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലേ അത് തടയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി നേരെ ഇന്ദീവരത്തിലേക്ക് ചെല്ലുകയാണ്. ഇന്ദീവരത്തിലേക്ക് ചെന്നിട്ട്, ഏടത്തി ഇത് വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ ആരും ഇതൊന്നും അറിയുന്നില്ലല്ലോ, വലിയടത്തി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇങ്ങോട്ടേക്ക് വരാൻ പോകുക. നമ്മൾ ആര് വരരുതെന്ന് ആഗ്രഹിച്ചോ അവര് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ആർക്ക് വേണ്ടി? നന്ദുവിന് വേണ്ടി. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇതെന്താ മോഹിനി നീ കിടന്ന് ചാടുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ ലക്ഷ്മി,
അപ്പോൾ ഒന്നും അറിഞ്ഞില്ലല്ലേ? ലക്ഷ്മി അല്ല, ലക്ഷ്മി ചോദിച്ചു. ലക്ഷ്മി ചോദിച്ചപ്പോൾ മോഹിനിയാട്ടോ പറഞ്ഞത്. ഒന്നും അറിഞ്ഞില്ലല്ലേ? ദേ നന്ദ വരാൻ പോകുക. നന്ദേനെ കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ പോയിട്ടുണ്ട്. പിങ്കി കച്ച കെട്ടി പോയേക്കുക. പിങ്കിയുടെ ജീവിതത്തിൽ തന്നെ പാറ്റിടുക എന്ന് കൂട്ടിക്കോ. ഏടത്തി, ഞാൻ പറഞ്ഞേക്കാം, ഇത് തീക്കളിയാ നിങ്ങൾ ഈ കളിക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അരുന്ധതി പറഞ്ഞത്, ആരാ ഇപ്പം പിങ്കിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഗൗതമാണോ പിങ്കിനെ പറഞ്ഞു വിട്ടത് നന്ദനെ കൊണ്ടുവരാൻ? ഗൗതമൊന്നുമല്ല, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. അവക്ക് തന്നെ കുഴി തോണ്ടി വെക്കുക. ഇനി അവൾ ഇവിടെ വരും, ഗൗതം അവളുമായിട്ട് അടുക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, കണ്ടെടുത്ത് പോയി ഏതോ ഒരു കൊച്ചിനെയും ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒരുത്തിനെ വലിച്ചു കയറി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്തിന്റെ സൂക്കേടാ നിങ്ങൾക്കൊക്കെ? അതും നന്ദു എന്ന് പറയുന്ന ഒരു ദത്ത് പുത്രന് വേണ്ടി. ഇത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ലക്ഷ്മി പറഞ്ഞു, മോഹിനി നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അല്ല, എന്തൊക്കെ പറഞ്ഞാലും ദത്തുപുത്രൻ തന്നെയല്ലേ, അല്ലാതെ ഈ കുടുംബത്തിന്റെ തലമുറയ്ക്ക് ആയിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റിയ രക്തബന്ധമൊന്നും അല്ലല്ലോ ആ നന്ദു എന്ന് പറയുന്ന കുട്ടിക്കുള്ളത്. പിന്നെ എന്തിനാ എല്ലാവരും ഇതിന് മാത്രം കിടന്ന് ചങ്കിടുപ്പോട് കൂടി കാത്തിരിക്കുന്നത്? ആ കുട്ടി നടന്നാൽ എന്ത്, നടന്നില്ലെങ്കിൽ എന്ത്? ഇതുകൂടെ കേട്ടപ്പോൾ നമ്മുടെ അരുന്ധതിക്ക് ദേഷ്യം വന്നു. അരുന്ധതി പറഞ്ഞു, മോഹിനി നീ മിണ്ടിപ്പോകരുത്, നിന്റെ അഹങ്കാരം എന്താണെന്ന് എനിക്കറിയാം. പവിത്രയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുവാണെന്നും പറഞ്ഞുകൊണ്ട് നീ ഇത്ര അഹങ്കരിക്കരുത്. ഇവിടെ ഏത് കുഞ്ഞ് ജനിച്ചാലും ഇല്ലെങ്കിലും ദേ നന്ദുവിന്റെ സ്ഥാനം കഴിഞ്ഞുള്ളൂ ഇവിടെ ബാക്കി ആർക്കും. അറിയാലോ, മരവിച്ച് കിടന്ന ഇതിവരത്തിലെ ഓരോരോ ജീവനുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്ന ദൈവദൂതനായിട്ടാ നമ്മളെല്ലാവരും നന്ദുമോനെ കണ്ടത്. എൻ്റെ ഗൗതമിനെ അറിയാലോ, അവൻ കുടിച്ചു കൂത്താടി അവന്റെ കരിയർ നശിച്ചു പോകാനിരുന്ന സമയത്താ നന്ദുമോൻ കയറി വന്നതും. അതുപോലെ തന്നെ നന്ദുമോന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സ്വാധീനം ചെലുത്തിയതും. അതൊക്കെ അറിയാഞ്ഞിട്ട് മോഹിനി നീ ഇതൊന്നും പറയരുത്. ഇനി ഇവിടെ എത്ര കുട്ടി ഉണ്ടായാലും നന്ദുമോൻ എന്നും നന്ദുമോൻ തന്നെയായിരിക്കും. അത് ഈ കുടുംബത്തിലെ കുഞ്ഞ് തന്നെ ആയിരിക്കും. ആരും അതൊന്നും എഴുതി തിരുത്താനൊന്നും വരണ്ട, വെട്ടിത്തിരുത്താനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അരുന്ധതി ഭയങ്കരമായിട്ട് റേസാകാണ്. ഈ സമയത്താണ് നമ്മുടെ പിങ്കി എവിടെ ചെല്ലുന്നത്? നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പിങ്കി വന്നതും നമ്മുടെ ഗൗരിമോള് ദേ വന്നിരിക്കുന്നത് ആരാന്ന് നോക്കി. നമ്മുടെ നന്ദുവിന്റെ അമ്മ വന്നിരിക്കുന്നു. ആന്റി നന്ദു എന്തിയെ, നന്ദുവിനെ കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിങ്കിനെ കണ്ടപ്പം തന്നെ നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. എന്തോ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്ന് ആ ഫേസ് കണ്ടാൽ നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മൾ നന്ദ ചോദിച്ചു, എന്താണ് പിങ്കി പറ്റിയത്? പിങ്കി എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാനിപ്പോ പിങ്കി ആയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ മോൻ്റെ അമ്മയായിട്ടാ, നന്ദുമോൻ്റെ അമ്മയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കാല് പിടിച്ച് ഞാൻ പറയാ, എനിക്ക് എൻ്റെ മോനല്ലാതെ വേറെ ആരുമില്ല. ഗൗതം സാറും ഞാനും തമ്മിലുള്ള ജീവിതം എന്താണെന്ന് വ്യക്തമാക്കി തരാൻ ഞങ്ങള് തമ്മിലുള്ളൊരു ജീവിതം ഈ താലിച്ചരടിൽ പോലുമല്ല ഉള്ളത്. പിന്നെ ആ കുഞ്ഞുമായിട്ടുള്ളൊരു ജീവിതം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ദേ ഞാൻ നന്ദുമോൻ്റെ അമ്മയും ഗൗതം നന്ദുമോൻ്റെ അച്ഛനും, അതല്ലാതെ വേറെ ഒരു ബന്ധവും ഞങ്ങൾക്കിടയിലില്ല. ഞാൻ കാല് പിടിച്ചു പറയാം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആരെയും വേണ്ട. പക്ഷെ എൻ്റെ മോനെ എനിക്ക് വേണം. അവനെ എനിക്ക് വേണം നന്ദ. പ്ലീസ് നന്ദ വരാതെ എൻ്റെ കുഞ്ഞ് പഴയ രീതിയിൽ നടക്കുകയില്ലെന്നും എൻ്റെ കുഞ്ഞ് കിടപ്പ് തന്നെയായി പോകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. പ്ലീസ് നന്ദ വന്നേ പറ്റൂ. നന്ദ വരുമോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഫോൺ എടുത്തപ്പം അരുന്ധതി വന്ന് മേടിച്ചുകൊണ്ട് പോയതും ഡിലേറ്റ് ചെയ്ത് കളയാൻ പോയ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ നന്ദയ്ക്കും വല്ലാത്ത വിഷമമായി. അതുപോലെ ഗൗരിമോള് പറഞ്ഞു, അമ്മേ എന്താ അമ്മേ പറ്റിയത്? നന്ദുവിന് എന്താ അമ്മേ പറ്റിയത്? നമുക്ക് നന്ദുവിൻ്റെ അടുത്ത് പോകാം അമ്മേ, എനിക്ക് ഇപ്പം നന്ദുവിനെ കാണണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിമോളും ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അങ്ങനെ നമ്മളുടെ നന്ദ പറയാണ്, പിങ്കി പറയുന്നതൊക്കെ ശരിയാണ്. ഞാൻ കുഞ്ഞിന് പ്രോമിസ് കൊടുത്തിരുന്നു, അവനെ റൈസിങ്ങിൽ പങ്കെടുപ്പിക്കാമെന്നും അതുപോലെ തന്നെ അവൻ്റെ കാല് ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ ഞാൻ പ്രോമിസ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലല്ലോ. അല്ല, പിങ്കി എന്നെ ഇവിടെ വന്ന് വിളിക്കുന്നു. പക്ഷെ ഇതിന് താല്പര്യം ഗൗതമിനില്ലെങ്കിൽ ഞാൻ വന്നിട്ട് പിന്നെ എന്താ? ഗൗതം സാറിന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറയാം, നന്ദ എനിക്ക് വേറെ ആരുടെയും ഒരു റിസർവേഷനും വേണ്ട. എനിക്ക് വേണ്ടത് ഇപ്പം നന്ദേനെയാണ്. നന്ദയ്ക്ക് വരാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷിക്കാൻ പറ്റുമോ നന്ദ? പ്ലീസ്, ഞാൻ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കേഴണ് ഞാൻ പറയുക, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം നന്ദ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി മനസ്സ് തുറക്കുകയാണ്. ഏതായാലും ഈ മനസ്സ് തുറക്കുന്നതിനിടയിൽ ഇത് ദത്തുപുത്രനാണെന്നുള്ള സത്യം നമ്മുടെ നന്ദ അറിയാനും പോവുകയാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് കേട്ടോ.
അപ്പം നമ്മുടെ കഥ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ ഫുൾ വിശേഷം ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഫുൾ വിശേഷം കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ആരെങ്കിലും ഫുൾ വിശേഷം മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കിടപ്പുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം കേട്ടോ. അതുപോലെ നയനയുടെയും ആദർശിൻ്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറൊരു ചാനലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ മെയിൻ ചാനലാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഒരു അപ്കമിങ് വിശേഷം നയനയുടെയും ആദർശിൻ്റെയും ഇടുന്നുണ്ട് എല്ലാ ദിവസവും. അതും നമ്മൾ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരാട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.